അങ്ങനെ ഒടുവിൽ നമ്മുടെ രേണു ചേച്ചിയുടെ കമ്പി ചാറ്റും പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചാറ്റ് ഇവിടെ ഞാൻ സൈഡിൽ കൊടുക്കാം. ഞാൻ വാട്സാപ്പിൽ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ വന്നതാ, നീ നോക്കേ. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? അപ്പൊ അന്നേരം രേണുസുദിന്റെ മറുപടി എന്താണ്? യാ ആക്കാം, ഐ എം ഇൻ UK നൗ, ഹൗ മച്ച് യു വിൽ സജസ്റ്റ്. എന്നിട്ട് കണ്ടോളൂ, രേണു ചേച്ചി തൊട കാണിച്ചിരിക്കുന്ന സ്റ്റോറി കണ്ടിട്ട് മൂപ്പര് അതിന് ഉമ്മ വെക്കുന്ന സ്മൈലീസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. സാറിന്റെ പേച്ച് നല്ല പേച്ച്, ലേഡീസ് വീണ് പോണ പേച്ച്. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. ഈ സ്റ്റോറീസ് ഒക്കെ സബ്സ്ക്രിപ്ഷനുള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. രേണു ചേച്ചി ഇതിന് ഹാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് മൂപ്പര് കൊടുത്ത മറുപടി എന്താണ്? എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകുമെന്ന് പറഞ്ഞില്ല. ഉഫ്. അപ്പൊ അതിന് രേണു ചേച്ചിയുടെ മറുപടി ഒക്കെ നിങ്ങള് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്നൊക്കെ. ഓ പിന്നെ ഇതാ അടുത്ത തൊട കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയിൽ മൂപ്പര് എന്തോ ഇമേജ് കൊടുക്കുന്നത്. എന്തായാലും രേണു ചേച്ചി സബ്സ്ക്രിപ്ഷനുള്ള ആളുകൾക്ക് ഫുൾ തൊട കാണിച്ചിട്ടുള്ള സാധനങ്ങളാണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത്. ആള് സ്റ്റാറാട്ടാ ഈ ഒറ്റ സംഭവത്തോടുകൂടെ. ഏതോ ഒരു ഞെരുമ്പേര് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് രേണു സുധിയോട് ചോദിക്കുന്നു. റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ രേണു പറയുന്നു മാനേജറെ കോൺടാക്ട് ചെയ്തോളാൻ, ഡയറക്റ്റ് ഡീലില്ല. മാനേജർ വഴിയാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം കണ്ടില്ലേ? സംഗതി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? നേരിട്ട് കാണാൻ പറ്റുമോ, റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോ അതെന്തിനാണെന്ന് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എടോ എനിക്കിത് പൊത്തരിയൊന്നുമില്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാൻ വേണ്ട കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തിയും ഞാൻ ചെയ്യും, അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. എന്തായാലും ഈ ഒരു തറ ലെവലിലേക്ക് രേണു ചേച്ചി പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. സംഗതി ഓൺലൈൻ വഴി ശരീര വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും അതൊരു മാംസ കച്ചവടത്തിലേക്ക് എത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എല്ലാം കൂടി പുറത്തു വിട്ട പിന്നെ രേണു ചേച്ചിനെ എടുക്കാനുണ്ടാവില്ല മക്കളെ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. എന്തായാലും നാക്കല്ലേ വായി കിടക്കണേ, അതിനെ നമുക്ക് നേരിടാം.